ഹായ്, ഗുഡ് ഈവനിങ്. ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നിരുന്നു. ഇപ്പം എന്താ ആ കോള് പിന്നെ അതിനോട് സംസാരിക്കണമായിരുന്നു. ഞാൻ വിചാരിച്ച ആ കോള് കട്ട് ചെയ്യാതിരുന്നാൽ യൂട്യൂബിൽ വീണ്ടും ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന റണ്ണിങ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ ആയില്ല, കട്ടായിപ്പോയി. ഞാൻ മന്ദബുദ്ധിയായിട്ട് ഇങ്ങനെ ഇത് സംസാരിച്ചത് മാത്രം കാര്യമായി. അപ്പോൾ എന്താ എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇത് ഇവിടെ നല്ല മഴയാണ്. നല്ല മഴ വെച്ചാൽ നല്ല അടിപൊളി മഴയാണ്. കാരണം ഒരു ഉറക്കമെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഇതിങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ യൂട്യൂബിലേക്ക് വന്നൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ താമസിക്കുന്നത് നമ്മുടെ സിൽവർ സ്റ്റാർ ഐലൻഡിലാണ്. അത് നന്മ എന്ന് പറയുന്നൊരു പുതിയ പ്രോജക്റ്റാണ്, ഈസ്റ്റേൺ കാർട്ട പ്രോജക്റ്റാണ്. അതിൽ ടവർ 2-ലാണ് ഞാൻ താമസിക്കുന്നത്. അടിപൊളി ഫ്ലാറ്റാണ് എല്ലാം. ഇവിടെ ഒരു 5 ടവറുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു 2.5 ഏക്കറിൽ പ്ലേ ഗ്രൗണ്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. പിന്നെ എന്താ പറയുക, ഇതിൽ കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുള്ളൂ, ഫുള്ളായിട്ട് വന്നിട്ടില്ല. ഇനിയും കുറേ ആൾക്കാർ വരാൻ കിടപ്പുണ്ട്. പക്ഷെ ആരുമായിട്ട് ഒരു ബന്ധമില്ല. എല്ലാവരും ഫ്ലാറ്റിനുള്ളിലാണ്. ആരും പുറത്തോട്ട് അങ്ങനെ അധികം കാണാറില്ല. പിന്നെ ഈവനിങ്ങിൽ അവിടെ നടക്കുകയൊക്കെ വല്ലവരും കാണാം. പക്ഷെ ഞാൻ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. എപ്പോഴും ഫ്ലാറ്റിൽ തന്നെ, അല്ലെങ്കിൽ കടയിൽ, ഇല്ലെങ്കിൽ പിന്നെ അമ്മ ഹോസ്പിറ്റലായിരുന്നല്ലോ, അങ്ങനെ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേ. അങ്ങനെ പൊതുവേ അങ്ങനെ ഞാൻ ആൾക്കാരായിട്ട് കൂടുതൽ ഇംഗ്ലീഷ് ചെയ്യുന്നൊരു വ്യക്തിയല്ല ഞാൻ. എപ്പോഴും എന്താ പറയുക, അത് എനിക്കൊരു ഓർമ്മ വെച്ച കാലം പോലെ ഞാൻ ഫ്ലാറ്റിൽ തന്നെയാണ് താമസിക്കുന്നത്. അതിൽ നിന്ന് എനിക്കുണ്ടായതായിരിക്കാം. ആരുമായിട്ടും അധികം ഒരു ബന്ധം വെക്കില്ല. അതൊരു ബാഡ് ഹാബിറ്റും കൂടെയാണ്. കാരണം എല്ലാവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയവും പോവും, നമ്മൾ ഹാപ്പിനെസ് ആയിട്ടിരിക്കുകയും ചെയ്യും. പക്ഷേ എന്തോ സോറി, എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറില്ല. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ നമ്മൾ കോഴിക്കോട് പുതിയൊരു ഷോപ്പ് തുടങ്ങാൻ പോകുന്നുണ്ട്, സൈന്ധവി. അത് ഇത്തിരി വലിയ രീതിയിൽ തുടങ്ങാനാണ് ഇരിക്കുന്നത്. നമ്മുടെ തൃപ്പൂണിത്തറയെക്കാട്ടി ഇത്തിരി വലിയ രീതിയിലുള്ള ഷോപ്പാണ്. അത് സഹായിക്കട്ടെ അത് ഇത്രയും പെട്ടെന്ന് ഓപ്പൺ ആക്കാൻ. അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ ഇന്ന് മോർണിംഗ് മുതൽ ഞാൻ ഇപ്പോൾ ഒന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. അന്നേരം അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പോയിട്ട് തിരിച്ചു വന്നു. അപ്പോഴും നല്ല മഴയാണ്. മഴയുടെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. പിന്നെ ഇവിടെ അടുത്തൊരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. ഇവിടെ ബാൽക്കണി നിന്നാൽ കാണാം. അന്നേരം എന്താ പറയുക, ചൂട് അധികം ഇല്ല ഇവിടെ. അധികം ചൂടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് നല്ലൊരു പാട്ടൊക്കെ ഇട്ടിരിക്കാനുള്ള നല്ലൊരു മൂഡിലാണ് ക്ലൈമറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എന്താ പറയുകയെന്ന് വെച്ചാൽ, നമ്മുടെ യൂട്യൂബേഴ്സിനോടാണ് പറയാനുള്ളത്. കാരണം ഞാൻ പല യൂട്യൂബേഴ്സിൻ്റെയും പല പ്രോഗ്രാമുകളായാലും അവരുടെ ഓരോ വീഡിയോകളായാലും ഞാൻ കാണാറുണ്ട്. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ അടുക്കള രഹസ്യം അങ്ങാടി പാട്ടാക്കരുത്. നമ്മുടെ ഫാമിലി ഇനിയിപ്പോൾ ഈ റീസണിൽ കണ്ടതാണ് നമ്മളുടെ ആലപ്പുഴയിലുള്ള. ഞാൻ അയാളുടെ വ്ളോഗ് ഞാൻ പണ്ടേ കണ്ടിട്ടുണ്ട്. കാരണം അയാൾ തുടങ്ങിയ സമയം മുതൽ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ബഹുമാനം അങ്ങ് തോന്നിയിരുന്നു. കാരണം ഇത്രയും ഒരു ചെറിയ പ്രായത്തിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ പെങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ഇറങ്ങി വീടുകളിൽ ക്ലീൻ ചെയ്യുകയും നല്ല അടിപൊളിയാക്കി കൊടുക്കുകയും, വീടുകൾ അടച്ചിട്ട് പോകുന്ന ഫാമിലിക്കൊക്കെ പിന്നെ അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുകയും, ഈ നമ്മുടെ ഈ സ്ഥലങ്ങൾ കാട് പിടിച്ചിടുന്ന സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ കുറച്ച് വീഡിയോകൾ ഇപ്പോൾ കിടന്ന് സോഷ്യൽ മീഡിയയിലും നമ്മുടെ യൂട്യൂബിലൊക്കെ കിടന്ന് ഇങ്ങനെ ഓടുന്നുണ്ട്. പല ആൾക്കാർ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ അടുക്കള രഹസ്യം അങ്ങാടി പാട്ടാക്കരുത്. അത് എന്തിൻ്റെ പുറത്താണെങ്കിൽ പോലും, ഈവൻ പൈസയുടെ പുറത്താണെങ്കിൽ പോലും അത് മോശമാണ്. കണ്ടൻറ്റിന് വേണ്ടി ചെയ്ത് നമ്മൾ നശിപ്പിക്കരുത്. കാരണം 10 ആൾക്കാർക്ക് പറയാനൊരിട കൊടുക്കരുത്. അതാണ് എനിക്ക് എല്ലാ യൂട്യൂബേഴ്സിനോടും പറയാനുള്ളത്. കാരണം ഇപ്പം മിക്ക വീടുകളിലെയും പല കാര്യങ്ങളും അയലത്തെ ആൾക്കാരോട് ചോദിച്ചാലോ, ഇനിയിപ്പം ഇവിടെ ഇരിക്കുന്ന വീട്ടുവിശേഷങ്ങൾ കുറച്ച് ദൂരത്തുള്ള വ്യക്തിയോട് ചോദിച്ചാൽ പോലും അറിയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ യൂട്യൂബിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ മോശമാണ്. കാരണം ചെയ്യേണ്ട കണ്ടൻറ്റ് മാത്രം ചെയ്യുക. അങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് ഒരന്തസ്സൊന്ന് വേറെയാണ്. അല്ലാതെ നമ്മളുടെ വീട്ടിനുള്ളിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നത് വളരെ മോശമാണ്. അത് എല്ലാ യൂട്യൂബ് കണ്ടൻസിൻ്റെയോട് ആൾക്കാരോടല്ല ഞാൻ പറയാം. ചില ആൾക്കാർ അതൊരു മുതലെടുപ്പായിട്ട് നടത്തി അങ്ങനെ ചെയ്യുന്നുണ്ട്.
അത് നമ്മൾ മലന്ന് കിടന്ന് തുപ്പുന്നതിന് പകരമാണ് ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. കാരണം എന്തിനാണ് പൈസ നമുക്ക് ജോലി ചെയ്യാം ഒക്കെ ചെയ്യാം, പക്ഷേ ഇങ്ങനെ നമ്മുടെ വീട്ടിലെ രഹസ്യങ്ങൾ പുറത്ത് കാണിച്ചു കൊടുത്ത് നാട്ടുകാരെ അറിയിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കഴിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ആൾക്കാരെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. കാരണം പേരെടുത്ത് പറയാത്ത വെച്ചാൽ പല യൂട്യൂബേഴ്സും എനിക്കതറിയാം, പല ഫാമിലീസിനെ എനിക്കതറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നല്ല നല്ല കണ്ടൻറ്റ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക. അല്ലാതെ നമ്മുടെ വീട്ടിനകത്ത് അടി ഉണ്ടാക്കുന്നതും പല വേണ്ടാത്ത പ്രശ്നങ്ങൾ അച്ഛനും മക്കളും തമ്മിലും അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള സഹോദരങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ പുറത്ത് കാണിച്ച് അതൊരു കണ്ടൻറ്റാക്കി വീഡിയോ എടുത്ത് 10 ആൾക്കാരെ കാണിച്ച് അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം കൊണ്ട് ആഹാരം ഇതിനെക്കാട്ടി വേറെ ഒരു വൃത്തികേട് ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. അന്തസ്സുള്ള കണ്ടൻറ്റ് കാണിച്ച് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിനകത്തുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കാനുള്ളതല്ല. പല പല കാര്യങ്ങൾ അറിയാനുണ്ട്, നമ്മളെക്കുറിച്ച് അറിയാനുണ്ട്. അതൊക്കെ കാണിച്ച് നമ്മൾ പൈസ ഉണ്ടാക്കുന്നതാണ് ഭേദം. അല്ലാതെ നമ്മുടെ വീട്ടിനകത്ത് നടക്കുന്ന അടുക്കളയിലെ രഹസ്യം പാട്ടാക്കുന്നതല്ല. കാരണം എനിക്ക് ഈ യൂട്യൂബേഴ്സിനോട് എനിക്കിത് പറയാൻ തന്നെ കാരണം ഞാൻ പല ആൾക്കാരും അത് കൊട്ടി ആഘോഷിച്ച് അവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അത് എന്താ പറയുക, അത് ഒന്നും അത്ര ശരിയുള്ള കാര്യങ്ങളല്ല. എന്തിനാണ് നമ്മൾ മലന്ന് കിടന്ന് നമുക്ക് നേരെ തുപ്പുന്നത്? അത് മോശമായ പ്രവണതയാണ്. ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കുക. നമ്മളെക്കുറിച്ച് നമ്മളറിഞ്ഞാൽ മതി. അതും 10 നാട്ടുകാരെ അറിയിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. ഇനിയെങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കുക. എല്ലാവരോടുമാണ് പറയുന്നത്, ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടേതായിട്ട് കണ്ടൻറ്റ്, നമ്മുടെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് ലോകത്ത് ചെയ്യാൻ, അത് ചെയ്ത് കണ്ടൻറ്റാക്കിയിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുക. അല്ല സ്വന്തം വീടിനകത്ത് കുളം കുഴിക്കരുത്, അത് വളരെ മോശമാണ്. അപ്പം എല്ലാവരും ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ ഇനി മഴയായിരിക്കും, സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്, കുട്ടികൾക്ക് പനിയൊക്കെ പിടിക്കും, പുറത്ത് പോയി കളിക്കുന്നതൊക്കെ സൂക്ഷിക്കുക. അതേപോലെ നമ്മുടെ മക്കളെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. അവരെ എപ്പോഴും അവരിൽ മേലൊരു കണ്ണ് വയ്ക്കുക. അവർ പോകുന്നതും വരുന്നതും നിൽക്കുന്നതും ഇരിക്കുന്നതും എല്ലാം നമ്മളുടെ കൺവെട്ടത്തായിരിക്കണം. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. കാരണം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെയാണ് പറയണത്, ലോകത്തെ അല്ല പറയണം. ചുറ്റുമുള്ള മനുഷ്യരും ആരും ശരിയല്ല. ഏതെങ്കിലും ഒരാളിൽ തന്നെ ഒരു അസുരന്മാരുണ്ടാകും. അത് നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോടൊന്ന് വിശേഷങ്ങൾ പറയാനുള്ളത്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. കഴിവതും ഫാമിലിയായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ പോകാൻ ഇരിക്കുക. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ, നിസ്സാരമൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക. അല്ലാതെ നാട്ടുകാരുടെ മുമ്പിൽ അമ്മേനെയോ സിസ്റ്ററെയോ അല്ലെങ്കിൽ ഭാര്യേനെയോ സഹോദരങ്ങളെയോ അല്ലെങ്കിൽ കുടുംബത്തെ ഒന്നും കരിവാരി തേക്കാതെ സന്തോഷമായിരിക്കുക. എനിക്ക് ഇത്രയൊക്കെയാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.